നമസ്കാരം. കശ്മീരിന്റെ വനപ്രദേശങ്ങൾ അരിച്ചു പെറുക്കുകയാണ് സൈന്യവും മറ്റ് അന്വേഷണ ഏജൻസികളുമെല്ലാം ഭീകരർക്കായുള്ള തെരച്ചിലിൽ ഊർജിതമായി തന്നെ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുകയാണ്. ഒരു ഭീകരാക്രമണം നടന്ന് ആ ആക്രമണം നടത്തിയ ഭീകരർ രക്ഷപ്പെടുകയും അതിനുശേഷം ഭീകരർക്കായുള്ള തെരച്ചിൽ ഇത്രയും ദിവസമായി നീളുകയും ചെയ്യുന്ന ചുരുക്കം ചില സംഭവങ്ങളിൽ ഒന്നാണ് ഈ കത്വ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ. കത്വ ഭീകരാക്രമണം എന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു സൈനിക വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണമായിരുന്നു. ഇതിൽ 6 സൈനികർക്കാണ് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കാര്യത്തെ അല്ലെങ്കിൽ ഈ ആക്രമണത്തെ വളരെ ഗൗരവമായി തന്നെ എടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരരാണ് എന്ന രഹസ്യ അന്വേഷണ വിവരം ഇപ്പോൾ സൈന്യത്തിൻ്റെ പക്കലുണ്ട്. മാത്രമല്ല, ഈ ഭീകരരെല്ലാം രക്ഷപ്പെട്ടു, ആക്രമണത്തിന് ശേഷം, അതായത് ഓപ്പറേഷന് ശേഷം രക്ഷപ്പെട്ടു എന്ന് ഈ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത കശ്മീർ ടൈഗേഴ്സ് എന്ന ഭീകരവാദി സംഘടന, ജെയ്ഷെ മുഹമ്മദ് എന്ന പാക് ഭീകര സംഘടനയുടെ ഒരു ഷാഡോ ഓർഗനൈസേഷനാണ് ഈ കശ്മീർ ടൈഗേഴ്സ്. ഈ കശ്മീർ ടൈഗേഴ്സാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ ആക്രമണത്തിൽ പങ്കെടുത്തവരെല്ലാം വളരെ സുരക്ഷിതമായി രക്ഷപ്പെട്ടു എന്ന ഒരു സന്ദേശം ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള സംഘടനയുടെ കത്തിൽ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും ഈ ഭീകരർക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയാണ് ഈ ആക്രമണ സമയത്ത് തന്നെ സൈന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ 3 അതിലധികമോ ഭീകരർക്ക് പരിക്കേറ്റിരിക്കാമെന്നും ഇവർ തൊട്ടടുത്ത വനപ്രദേശത്തിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണ് എന്നുമുള്ള വിവരമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പക്കലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ സൈന്യത്തെ അത്തരത്തിലുള്ള വിവരങ്ങൾ ധരിപ്പിക്കുകയും സൈന്യം ഊർജിതമായ ഒരു തിരച്ചിൽ ഓപ്പറേഷൻ ഇപ്പോൾ നടത്തി വരികയുമാണ്. എന്തായാലും നാട്ടുകാരിൽ ചിലർ ഈ ഭീകരരെ നേരിട്ട് കണ്ടുവെന്നും ഈ ഭീകരർ നാട്ടുകാരെ തോക്ക് ചൂണ്ടി അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളടക്കം ശേഖരിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. മാത്രമല്ല, ഈ ഭീകരർക്ക് ആക്രമണം നടത്താനായി എത്തിയ ഭീകര സംഘത്തിന് ഏതാണ്ട് ഒരാഴ്ചയോളം അവർ നുഴഞ്ഞു കയറിയ ശേഷം കശ്മീരിൽ ഒളിച്ചു താമസിക്കുകയും ഇവർക്ക് വളരെ ശക്തമായ ഒരു പ്രാദേശിക സഹായം ലഭിക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭീകരർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഏതാണ്ട് 25ഓളം പേരെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്, അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പാകിസ്ഥാൻ പിന്തുണയോടുകൂടി നടന്ന ആക്രമണമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ ആക്രമണത്തിന് ആരൊക്കെയാണ് പ്രാദേശികമായി സഹായം നൽകിയത്, ആരൊക്കെയാണ് ഇവരെ ഒളിച്ചു താമസിപ്പിക്കാനുള്ള സഹായം നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ഭീകരർക്കായുള്ള തെരച്ചിലും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് എന്ന വിവരമാണ് വരുന്നത്. വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ചിലർക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, പരിക്കേൽക്കാത്ത ചിലർ ഈ വനത്തിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു എന്ന സൂചനയും വരുന്നുണ്ട്. ഭീകരരെ ജീവനോടെയോ അല്ലാതെയോ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാണ് സൈന്യം ശ്രമിക്കുന്നത്. കാരണം കശ്മീരിൻ്റെ മറ്റു ചില ഭാഗങ്ങളിലടക്കം വലിയ സുരക്ഷാ ഭീഷണി ഇത് കാരണമുണ്ട്. വലിയ കനത്ത പരിശോധന തന്നെയാണ് കശ്മീരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കത്വ ഭീകര ആക്രമണത്തിന് ശേഷം നടക്കുന്നത്. എന്തായാലും ഭീകരരും സൈന്യവും തമ്മിലൊരു വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തുടരെ നിരവധി ഭീകരാക്രമണങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ഈ ശേഷിക്കുന്ന ഭീകര നെറ്റ്വർക്കിനെ ഇല്ലാതാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് സർക്കാർ എന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ NIA അടക്കമുള്ള അന്വേഷണ സംഘങ്ങൾ ഈ ഭീകരരെ പിടികൂടുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കശ്മീർ അരിച്ചു പെറുക്കുകയാണ്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു അന്വേഷണമാണ് ഈ ഭീകരവാദികൾക്ക് വേണ്ടി നടത്തുന്നത്. ഈ ഭീകരർക്ക് പിന്തുണ കൊടുത്തവരെയും വിദേശത്ത് നിന്നുള്ള ചില ഗൂഢാലോചനക്കാരെയും പറ്റിയുള്ള വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ആ രീതിയിലും ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.